നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അതായത് ന്യൂ ഇന്ത്യ ബാങ്ക് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് എ 31st March 2020 കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 crore ആണ് തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 20 lakh തന്നിട്ടുണ്ട്. 4 ലക്ഷം ഷെയർസ് 5 രൂപയാണ് പെയ്ഡപ്പ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 70 ലക്ഷം. ബിൽസ് ഡിസ്കൗണ്ടഡ് തന്നിട്ടുണ്ട് 1,50,00,000. അതേപോലെ തന്നെ ബാങ്ക് പ്രൊമൈസസ് തന്നിട്ടുണ്ട് 10 ലക്ഷം. റിബേറ്റ് ഓൺ ബിൽസ് നോട്ട് ഡ്യൂ 50,000. സർക്കുലർ നോട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് 20 ലക്ഷം. അഡ്വാൻസസ് ടു കസ്റ്റമേഴ്സ് 2,20 lakh. റിസർവ്സ് 30 lakh. കറണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് 5,60 lakh. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 1 lakh. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് റിസർവ് ബാങ്ക് 1 crore. പിന്നെ നെക്സ്റ്റ് ക്യാഷ് അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് 90 lakh. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 8,50,000. ഇത്രയും ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. സോ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾസ് വരച്ചിട്ട് ആ ഐറ്റംസ് ഒക്കെ ടോട്ടൽ ചെയ്തിട്ട് അത് വേണം ബാലൻസ് ഷീറ്റിലോട്ട് പോസ്റ്റ് ചെയ്യാൻ. സോ ഫോർമാറ്റ് ഞാൻ വാട്സാപ്പിനകത്ത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ചെയ്യാൻ കിട്ടുള്ളൂ. സോ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ആസ് എ 31st March 2020 അതുവരെയുള്ള ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള പർട്ടിക്കുലേഴ്സ് എന്നുള്ള ബോക്സിൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്ന് എഴുതണം. അടുത്ത ബോക്സിൽ ഷെഡ്യൂൾ നമ്പർ, അടുത്ത ബോക്സിൽ ഇയർ എൻഡഡ്, അതായത് കറണ്ട് ഇയർ 31st March 2020. അടുത്ത ബോക്സിൽ ഇയർ എൻഡഡ് 31st April 2019, പ്രീവിയസ് ഇയർ. ഇനി നമ്മൾ ഓരോ ഷെഡ്യൂൾസ് ആയിട്ട് എഴുതാൻ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇനി ഷെഡ്യൂൾ പറയാം. ഷെഡ്യൂളിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ ക്യാപിറ്റലാണ്. അത് കഴിഞ്ഞാൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ്സ് ആണ്. പിന്നെ ബോറോയിങ്സ് ഉണ്ട്, അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഉണ്ട്, ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. അങ്ങനെ ഓരോ ഷെഡ്യൂളാണ്. അങ്ങനെ 12 ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഐറ്റംസ് നിങ്ങളൊരു പ്രോബ്ലം കിട്ടിയതും ഈ ഐറ്റംസിൽ ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ഷെഡ്യൂളിലേക്കാണെന്ന് സൈഡിൽ എഴുതി വയ്ക്കുക. ഷെഡ്യൂൾഡ് 1 ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ഷെഡ്യൂൾ 2 ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ഷെഡ്യൂൾ 3 ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. അങ്ങനെ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. സോ ഇതാണ് പ്രോബ്ലം. ഇനി നമുക്ക് ഷെഡ്യൂൾ 1 to 12 എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. സോ അതിനി പറയാം എങ്ങനെയാണെന്നുള്ളത്.